വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ആക്ടിവിറ്റി 1ഉം അതേപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ആക്ടിവിറ്റിയുമാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് തന്നെ ഇൻട്രൊഡക്ഷൻ ആക്ടിവിറ്റിയാണ് പറയാൻ പോകുന്നത്. നമ്മുടെ സ്റ്റോറിയിലെ ഫസ്റ്റ് ഭാഗം. മദർ സാഷയെ വന്ന് വിളിച്ചപ്പോൾ സാഷ ഒന്നുകൂടി ഉറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ മദർ എന്ത് പറയുന്നുണ്ട്? നോ ഡിയർ, ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. പറ്റില്ല, ഇപ്പം തന്നെ ലേറ്റായി. ഇനി അടുത്ത സംഭാഷണം എങ്ങനെയാണ്? നല്ല സ്മെല്ല് അടുക്കളയിൽ നിന്ന് വന്നു. അച്ഛൻ പാചകം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫാദറിൻ്റെ അടുത്തുള്ള സംഭാഷണം എന്താണ്? അടുക്കളയിൽ നിന്ന് ഷാൽ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ. ഞാനിതിൽ നിന്ന് കുറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. ഉണ്ണിയപ്പം അല്ലേ. നെക്സ്റ്റ് എന്താണ്? അവർ സ്കൂളിൽ പോകുന്നുണ്ട്. നവീനും സാഷിയും കൂടി സ്കൂളിൽ പോകുന്നുണ്ട്. ആ വഴിക്കുള്ള ഒരു സംഭാഷണമാണ് ഇവിടെ എഴുതേണ്ടത്. ബട്ട് ഹൂ ഈസ് സിംഗിങ് കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. അതാരാണ് പാട്ട് പാടുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ അവർ കണ്ടെത്തി. ആരാണ്? നമ്മളിവിടെ കണ്ടു, കവിതയാണ് പാട്ട് പാടിയത്. യു സിങ് ബ്യൂട്ടിഫുള്ളി. അപ്പോൾ നവീൻ പറഞ്ഞു, നീ വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. ഇനി ഇവർ ബുക്ക് കൊടുത്തല്ല, സ്റ്റോറി ബുക്ക് കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു? താങ്ക് യു. നെക്സ്റ്റ് ടീച്ചർ വന്ന് എന്ത് പറഞ്ഞു? കവിത, യു ആർ വെൽക്കം ടു അവർ ക്ലാസ്. നിനക്ക് എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇനി ആക്ടിവിറ്റി 1, ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. അതേപോലുള്ള റൈമിംഗ് വേർഡ്സിന് സെയിം കളേഴ്സ് കൊടുക്കാനാണ് ഇവിടെ പറയുന്നത്. ഹോൾഡ് യെല്ലോ ആണ്. ഹോൾഡിൻ്റെ അതേ വേർഡ് ഏതാ വരുന്നത്? ഗോൾഡ്. അപ്പോൾ ഗോൾഡിനും യെല്ലോ കൊടുക്കുക. പിന്നെ ഫ്രോൺ ഡൗൺ ഗ്രീൻ കൊടുക്കണം. പിന്നെ ഹാൻഡ് അണ്ടർസ്റ്റാൻഡ് അതിന് ബ്ലൂ കൊടുക്കണം. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.